ഹായ്, എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു. അപ്പം നനച്ചുളിപ്പണീൻ്റെ രാവിലെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തിരുന്നു. അതൊരു വ്ളോഗ് പോലെ ആക്കിയിട്ട് സെറ്റാക്കാന്ന് കരുതി. രാവിലെ തന്നെ വാപ്പയും മോളും എഴുന്നേറ്റിട്ട് കുറച്ച് നേരം കളയും. പിന്നെ ചായയുടെയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ പണിയിലേക്ക് കടന്നു. ആദ്യം ചെയ്തത് എന്താ വെച്ചാൽ താഴത്തെ ബെഡ്റൂമിലുള്ള കിടക്കകളൊക്കെ എടുത്തിട്ട് മോള് ടെറസ് കൊണ്ടുപോയി ഉണക്കാന്നുള്ള പരിപാടിയായിരുന്നു. പിന്നെ ശക്തിമാനായ എൻ്റെ ഹസ്ബൻഡ് ഉള്ളതുകൊണ്ട് അതൊക്കെ പുള്ളിക്കാരൻ ഒറ്റയ്ക്ക് ചെയ്തു. എല്ലാ ബെഡുകളും എടുത്തിട്ട് മേലെ നല്ല വെയിൽ കൊള്ളിക്കുക എന്നുള്ള, നമ്മൾ ഉന്നത്തിൻ്റെ കിടക്കാകുമ്പോൾ വെയിൽ കൊള്ളിക്കുന്നത് നല്ലതാണെന്നാണല്ലോ പറയല്. അപ്പം വെയിലൊക്കെ കൊള്ളിക്കുക എന്നുള്ള ലെവലിൽ മേലെ കൊണ്ടുപോയിട്ടു. പിന്നെ ഈ വീഡിയോയിൽ ഞാൻ അങ്ങനെ അധികം ക്ലീനിങ് വീഡിയോസ് ആഡ് ചെയ്തിട്ടില്ല. കുറച്ച് മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. വീഡിയോ എടുക്കാൻ നിന്നാൽ പിന്നെ പണി അവിടെ നിൽക്കുമല്ലോ, അതുകൊണ്ട്. അപ്പം ഇതാണ് ഗായ്സ് ഞങ്ങളുടെ മുറി. അപ്പം ഇതാണ് ഇനി ക്ലീൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമാട്ടോ ഈ റൂം. ആദ്യം തന്നെ നമ്മുടെ ആജാനുബഹാൻ നമ്മുടെ കിടക്കെടുത്തിട്ട് മാറ്റാണ്. കാരണം പൊടിയൊക്കെ തട്ടുമ്പോൾ ബെഡിലാവണ്ടല്ലോ എന്നുള്ള ലെവലിലാണ് കിടക്കെടുത്ത് മറ്റു റൂമിൽ കൊണ്ടുപോയിട്ടത്. ഒറ്റയ്ക്ക് തന്നെ മൂപ്പർ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നതുകൊണ്ട് നമുക്ക് വേറെ പണിയൊന്നുമില്ലായിരുന്നു ഗൈസ്. പിന്നെ നമ്മൾ പൊടി തട്ടാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തു. കേട്ടനൊക്കെ എടുത്ത് മാറ്റി. പണികൾ ഞങ്ങൾ ഡിവൈഡ് ചെയ്ത് എടുത്തോണ്ട് പെട്ടെന്ന് പണി തീർന്നിട്ടോ. അപ്പം ഈ ഡ്രസ്സിംഗ് ടേബിളിൻ്റെ പണി എനിക്കേനും. അപ്പം ആദ്യം അതൊക്കെ എടുത്ത് അവിടുന്ന് സാധനങ്ങളൊക്കെ മാറ്റാന്നുള്ള പണിയാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കംപ്ലീറ്റ് അസൻ്റെ സാധനങ്ങളാണ് ഗൈസ്. അസ കാണുന്ന മാതിരിയല്ല, നമുക്ക് ഭയങ്കര കുറേ സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ട്. പിന്നെ കാക്ക മുകളിൽ തട്ടലും കൊട്ടലും ഫാൻ തുടയ്ക്കലും അങ്ങനെയുള്ള പരിപാടികളൊക്കെ അതിലേക്ക് നടന്നു. ആ സമയത്ത് ഞാൻ മറ്റു റൂം അടിച്ചു വാരുകയും തുടക്കുകയൊക്കെ ചെയ്യായിരുന്നു. അങ്ങനെ അസൻ്റെ ഒരു ഫൺ പാർട്ട് എന്താ വെച്ചാൽ അസനെ ഞങ്ങൾ മെല്ലെ കിടത്തി ഉറക്കി. അത് അൽഹംദുലില്ലാ മൂപ്പര് ഒന്ന് ഉറങ്ങി തന്നുകൊണ്ട് പണികളൊക്കെ നല്ല സ്മൂത്തായിട്ട് നടന്നു. പിന്നെ ഈ AC ക്ലീൻ ചെയ്യാൻ ഞങ്ങൾ അങ്ങനെ സർവീസിന് കൊടുക്കലില്ല. അപ്പം 2 പ്രാവശ്യം സർവീസ് ചെയ്യാൻ വേണ്ടി ആൾ വന്നിരുന്നു സ്റ്റാർട്ടിങ്ങിൽ. അപ്പം ആ മൂപ്പര് പറഞ്ഞു തന്നതാണ് നമുക്ക് തന്നെ ഇതെടുത്ത് ചെയ്യാമെന്ന്. ഇതിനുള്ളിലുള്ള സാധനം അതെടുത്തിട്ട് ക്ലീൻ ചെയ്താൽ മതി. അതിൻ്റെ ബർത്ത്ഡേക്ക് ഞങ്ങൾ കഴിഞ്ഞ ജനുവരിയിൽ ക്ലീൻ ചെയ്തുകൊണ്ടാണ് ഇതിലധികം പൊടിയില്ലാത്തത്. അല്ലെങ്കിൽ ഈ ഒരു സാധനത്തിൻ്റെ മുകളിൽ ഫുള്ള് പൊടിയായിരിക്കും. അപ്പം അത് ക്ലീൻ ചെയ്ത് വെക്കുമ്പോൾ ഒന്നും കൂടെ കൂളിംഗ് കൂടുന്നാണ് മൂപ്പര് അന്ന് ഞങ്ങളോട് പറഞ്ഞത്. അപ്പം ഞങ്ങളിത് 6 മാസം കൂടുമ്പോൾ ഞങ്ങൾ തന്നെയാണ് ഇത് ക്ലീൻ ചെയ്യാറുള്ളത്. അപ്പം ഹസ്ബൻഡ് അതൊക്കെ ആദ്യം പുറത്തെടുത്ത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ക്ലീൻ ചെയ്യാന്ന് വെച്ചാൽ ആ പൈപ്പിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി വെച്ചിട്ട് മെല്ലെ ഇങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുക്കുക. വേറെ പണിയൊന്നുമില്ല, സിമ്പിളാണ്. അതിൻ്റെ മുകളിലുള്ള പൊടികളൊക്കെ മെല്ലെ കഴുകി പോക്കുക. ഇത്രയേ ഉള്ളൂ പണി. ഇതാണ് സർവീസ്. ഇത് ഇൻഡോർ ആണ്. ഔട്ട്ഡോർ സർവീസ് നമ്മൾ എന്തായാലും പുറത്ത് കൊടുക്കേണ്ടി വരും. ഇൻഡോർ നമുക്ക് എന്താക്കാം, ഇതേമാതിരി നല്ല വൃത്തിയായിട്ട് ചെയ്യാം. നമുക്ക് തന്നെ ചെയ്യാം. നമുക്ക് തന്നെ എളുപ്പത്തിൽ ഫിറ്റ് ചെയ്യാനും പറ്റും. അതിന്ന് എടുത്ത് മാറ്റാനും പറ്റും. ഫിറ്റ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടോളൂ, നല്ല സുഖമാണ്. മെല്ലെ ആ സാധനം കഴുകിയ സാധനം എടുത്തിട്ട് അവിടെ ഒരു ഗ്യാപ്പ് പോലെ ഉണ്ട്. ആ ഗ്യാപ്പിൽ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി. അപ്പം അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ AC ക്ലീനിങ് കഴിഞ്ഞ്. ഇത്ര സിമ്പിളാണ്. ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുമ്പോൾ അതിലുള്ള പൊടിയൊക്കെ പോകുമ്പം സാധാരണ കൂളിംഗ് കൂടുന്നതാണ് അദ്ദേഹം അന്ന് വന്നപ്പോൾ പറഞ്ഞിരുന്നത്. അപ്പം അതേമാതിരി തന്നെ ആയിരുന്നു അത്. AC ക്ലീനിങ്ങും AC സർവീസ് ചെയ്യൽ കഴിഞ്ഞു. അപ്പം ഇതറിയാത്ത ഒരുപാട് പേര് ഇപ്പോഴും ഉണ്ട്. അപ്പം ഇങ്ങനെ ഇടയ്ക്കൊന്ന് തുറന്ന് ചെക്ക് ചെയ്ത് അത് ക്ലീൻ ചെയ്ത് വെക്കുന്നത് നിങ്ങളുടെ ACക്കും ഗുണമാണ്, നിങ്ങൾക്കും നല്ലതാണ്. പിന്നെ AC നല്ല വൃത്തിയായിട്ട് തുടച്ചു കഴിഞ്ഞ് ശേഷം കാക്ക നല്ല നീറ്റായിട്ട് എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ അത് അടച്ചു വെച്ചു. ഇങ്ങനെ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നത് നിങ്ങളുടെ ACക്ക് നല്ലതാണ് കേട്ടോ. ഔട്ട്ഡോർ സർവീസ് പിന്നെ നമ്മൾ എന്തായാലും പുറത്ത് കൊടുക്കണം. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ജനാലയും കാര്യങ്ങളൊക്കെ നല്ല തുണി കൊണ്ട് തുടച്ച്. നല്ല പൊടി ഉണ്ടായിരുന്നു. കാരണം ഹെയർ റോൾസും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് റൂമിൻ്റെ അകത്ത് നല്ല പൊടി ഉണ്ടായിരുന്നു. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളിങ്ങനെ ക്ലീൻ ചെയ്യുന്നതാണ്. കാരണം മോളുള്ളതല്ലേ, പൊടി അധികം നല്ലതല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ക്ലീൻ ചെയ്യുന്നതാണ്. എന്നാലും പൊടി ഒരുപാട് ഉണ്ടാവും. അങ്ങനെ കട്ടിലൊക്കെ കട്ടിൽ നീക്കാൻ ഞങ്ങൾ ഒരുപാട് പാടുപെട്ടിട്ടോ. കാരണം കാലുള്ള കട്ടിലല്ലല്ലോ, ബോക്സ് ഉള്ള ടൈപ്പ് കട്ടിലാണ്. അപ്പം അത് അടിയിൽ അടിച്ചു വരാനൊന്നും കഴിയില്ല. ഉള്ള ഭാഗമൊക്കെ നല്ല നീറ്റായിട്ട് ക്ലീൻ ചെയ്ത് സെറ്റാക്കി. അപ്പം ഇതിന്റെ നമ്മുടെ ബാക്കിൽ വയലാണ് കേട്ടോ. അപ്പം അവിടെ തെങ്ങും കാര്യങ്ങളൊക്കെ വളർന്നുകൊണ്ട് കാണാത്താണ്. ഞാൻ കല്യാണം കഴിഞ്ഞ സമയത്ത് ഈ തെങ്ങും അത്ര വലുതായിട്ടില്ലേനും. അപ്പം നല്ല വൃത്തിക്ക് ആ വയലൊക്കെ കാണായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കാക്ക മറ്റേ റൂമിൽ നിന്ന് എടുത്ത് ബെഡ് എടുത്തിട്ട് നമ്മുടെ റൂമിലേക്ക് തന്നെ കൊണ്ടുവന്നിട്ടു. കാരണം പണി കഴിഞ്ഞല്ലോ, പൊടിവാറലും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. ചടാ, അപ്പം നമ്മുടെ റൂം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ അടിച്ചുവാരി റൂമൊക്കെ തുടച്ചിട്ടോ. അപ്പോഴേക്കും നമ്മുടെ അസ
എണീറ്റുണ്ട്. ഉറക്കം എഴുന്നേറ്റിട്ടുള്ള ആ ഒരു എക്സ്പ്രഷനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്ക് എന്തൊക്കെ നടക്കുന്നതെന്ന് അറിയാം, ഓക്ക് ഇറങ്ങണം, ഇറങ്ങി കളിക്കണം, അതിനൊക്കെയുള്ള ഒരു മൂഡിൽ മൂപ്പര് ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ മെല്ലെ മേലേക്ക് കയറി ആ ബെഡിന്റെ മുകളിലത്തെ പൊടിയൊക്കെ തട്ടാൻ വേണ്ടി പോയിരുന്നു. അപ്പൊ കകന്റെ എന്നതാ വടിപൊട്ടിപ്പോയി. അത് കഴിഞ്ഞ് ആ ബെഡിന്റെ മുകളിലുള്ള പൊടിയൊക്കെ ഒരു വടി കൊണ്ട് ഇങ്ങനെ തട്ടി 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 മൂപ്പരത് പൊക്കിക്കൊണ്ട് കാണാം. നല്ല പൊടി ഉണ്ടായിരുന്നു. കാരണം നമ്മളെ കൊല്ലത്തിലാണ് ഇതിങ്ങനെ ബെഡ് ഇങ്ങനെ വെയിലത്തിടല്. അപ്പം പുള്ളിക്കാരന് തട്ടി വൃത്തിയാക്കിയ ബെഡായിട്ട് പിന്നെയും താഴത്തേക്ക് പോകാനുള്ള സീനാണ് കാണുന്നത്. ആ ഗ്യാപ്പിൽ ആസ് അവിടെ കിടന്നിട്ട് കാക്കെടുത്ത വടിയൊക്കെ എടുത്ത് കളിച്ച് ആ ബെഡൊക്കെ പോയി തട്ടി എന്താണോ ബാപ്പ ചെയ്തത് അത് അതേപോലെ കോപ്പി ചെയ്യണാണ് പിന്നെ ഞങ്ങൾ കണ്ടത്. പുള്ളിക്കാരി നല്ല ഹരയിനു. ആ വടിയൊക്കെ എടുത്ത് ആ ബെഡൊക്കെ ഇപ്പൊ തട്ടി മാറി തട്ടി രാവിലെ തുടങ്ങിയ പണിയായിരുന്നു. പക്ഷെ മാഷാ അല്ലാ നമ്മൾ നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട്. അങ്ങനെ നനച്ചുള്ള ഈ വർഷത്തത് കഴിഞ്ഞു. ഇനി നോമ്പിനെ വരവേക്കാനുള്ള സമയമാണ്. അപ്പൊ അത്രേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.